തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടുന്ന വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയ്ക്കെതിരെ മനഃപൂർവ്വമായ പ്രചാരണം നടക്കുന്നുവെന്നാണ് നിർമ്മാതാവ് പറയുന്നത്. പണം വാങ്ങി റിവ്യൂ ഇടാൻ പലരും സമീപിക്കുന്നു. അത് നൽകാത്തത് കൊണ്ട് നെഗറ്റീവ് റിവ്യൂ ഇട്ട് സിനിമയെ തകർക്കുന്നുവെന്നും വിപിൻ ദാസ് പറയുന്നത്. നമുക്ക് വിപിൻ ദാസിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. ഒരു സിനിമയും നമ്മൾ പൈസ കൊടുത്ത് പോസിറ്റീവ് റിവ്യൂ ചെയ്യിപ്പിച്ച് ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ കൊണ്ട് റിവ്യൂ ചെയ്യിച്ചിട്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഇതുവരെയും ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരാൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ അടുത്ത് ഒരു റിവ്യൂവർ നമ്മളോട് ചോദിക്കുകയാണ്, കാശ് തന്നില്ല, നെഗറ്റീവ് എന്ന് പറയാൻ ഞങ്ങൾ കാശ് ഞങ്ങളില്ല, ഞങ്ങൾ തരില്ല, കാശ് കൊടുത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും. അവരാണോ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ആലോചിച്ചു. നമ്മൾ രണ്ടാമവരെ കണ്ടുപിടിച്ചു. അവരെന്നാണ് മനസ്സിലായി. ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു. അവർക്കെതിരെ നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. സൈഫുനീസ ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. സൈഫുനീസ, ഗുരുതരമായ ആരോപണങ്ങളാണ്. തീർച്ചയായും ലക്ഷ്മി പത്മ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. കാരണം വിപിൻ ദാസിന്റെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. നല്ല പ്രതികരണമാണ് സിനിമയ്ക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് പണം നൽകിയാൽ നല്ല റിവ്യൂ ഇടാം, അതല്ലെങ്കിൽ മോശം റിവ്യൂ ഇടും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു തിരുവനന്തപുരം സ്വദേശി രംഗത്ത് വന്നു. ഇദ്ദേഹത്തിന്റെ ഓൺലൈൻ ടീം തങ്ങളെ സമീപിച്ചു എന്ന് വിപിൻ ദാസ് തന്നെ തുറന്നു പറയുന്നത്. എന്തായാലും ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയെന്ന് വിപിൻ ദാസ് പറയുന്നു. പല സിനിമകളുടെയും അതായത് പല തിയേറ്ററുകളുടെയും സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ കമന്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് മനഃപൂർവ്വം മുക്കിയ ശേഷം ഈ നെഗറ്റീവ് റിവ്യൂ ഉള്ളത് ഉയർത്തി കാണിക്കുകയാണ്. സിനിമയെ തകർക്കാനായി ഗൂഢാലോചന നടക്കുന്നു എന്നടക്കമുള്ള പരാതികളാണ് വിപിൻ ദാസിനുള്ളത്. വിപിൻ ദാസ് തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും. എന്തായാലും ഇതിനെതിരെ വിപിൻ ദാസ് പോലീസിലും ഒപ്പം തന്നെ ഫെഫ്കയിലും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. പോലീസ് കേസ് എടുത്തിട്ടില്ല. ഇന്നലെ വിപിന്റെ പരാതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് മിക്കവാറും ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസെടുക്കുകയും ചെയ്യും. തിരുവനന്തപുരം സ്വദേശിക്കെതിരെയാണ് നിലവിൽ ഇങ്ങനൊരു പരാതി ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, സൈഫുനീസ അലിയാരാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.